ക്രിസ്തുവും നിത്യവചനങ്ങളും. ക്രിസ്തുവിൽ ദൈവരാജ്യം ഉണ്ടായിരുന്നു എന്ന് നാം വിശുദ്ധ വചനങ്ങളിൽ പഠിക്കുന്നു. ക്രിസ്തു ദൈവവചനമായിരുന്നുവെന്നത് നാം വളരെ പതിയാണ് പഠിക്കുന്നത്. ക്രിസ്തുവാണ് ദൈവവചനം. അപ്പം ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവം വസിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്. യേശു മനുഷ്യരൂപം ധരിച്ചതു മുതൽ പിതാവ് യേശുവിനോട് കൂടെയും യേശു പിതാവിലുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ശരീരത്തിൽ ആത്മാവും ജീവനുമുള്ള വചനം യേശുവിൽ നിന്ന് പുറപ്പെട്ടത്. ആത്മാവും ജീവനുമുള്ള വചനം യേശുവിൽ നിന്ന് പുറപ്പെട്ടു. ആ വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം യേശുവിന്റെ ആത്മാവിൽ വസിച്ചിരുന്നു. യേശു ദൈവത്തോട് കൂടെയായിരുന്നു ലോകത്ത് യാത്ര ചെയ്തത്. ദൈവത്തോട് കൂടെ ഇരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും. ദൈവത്തോട് കൂടെ ഇരിക്കാത്ത ഒരാൾക്കും ദൈവത്തിന്റെ വചനം സുവിശേഷമായി പഠിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾ വചനം വായിക്കാം, അത് വിവരിക്കാം, പക്ഷെ അതിൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുകയില്ല. യേശു പറയുന്ന ഇതാണ്, വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ഈ വിശുദ്ധ ലിഖിതം പറയുന്നത്. വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതിനാൽ. അപ്പം വിശുദ്ധ ലിഖിതം അറിയണം, ദൈവത്തിന്റെ ശക്തി നമ്മൾ അറിയണം. ഇത് രണ്ടും നമ്മൾ അറിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റ് പറ്റാതിരിക്കൂ. അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് തെറ്റുപറ്റും. അത് യേശു പറഞ്ഞതാ, ഞാൻ പറയുന്നതല്ല. യേശു വിശുദ്ധ വചനത്തിൽ തന്നെ ദൈവത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തിയതാണ്. അത് മനുഷ്യർക്ക് മുൻപിൽ അത് വെളിപ്പെട്ടു. അപ്പൊ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വിശുദ്ധ ലിഖിതമാണെങ്കിൽ ആ വിശുദ്ധ ലിഖിതം ദൈവവചനമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്, ദൈവശക്തിയുണ്ട്. ആ വചനം ലോകം സൃഷ്ടിച്ച ദൈവശക്തിയാണ്. അപ്പൊ ദൈവം നമ്മോടോട് കൂടെ ഉണ്ടാകുവണം, ഉണ്ടായിരിക്കണം, ഉണ്ടാകണം. ഈ മൂന്ന് കാര്യം നമ്മൾ ഗ്രഹിക്കണം. ദൈവം നമ്മളോട് കൂടെ, ഇമ്മാനുവേൽ എന്ന പ്രവചനം തന്നെ അത് കറക്റ്റാണ്. കാരണം പ്രവചനങ്ങൾ പൂർത്തിയാക്കാനാണ് യേശു വന്നത്. പ്രവാചകന്മാരെയോ പ്രവചനങ്ങളെയോ ഞാൻ നശിപ്പിക്കാൻ വന്നതല്ല, അവ പൂർത്തിയാക്കാനാണ്. അവിടെ തന്നെ നമുക്ക് ഈശോയുടെ വിശുദ്ധ ലിഖിതം അറിയാം. അപ്പൊ യേശു വന്നത്, ദൈവത്തോടു കൂടെ വന്നത് വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാക്കാനും പ്രവാചകന്മാര് വഴി പറഞ്ഞത് പൂർത്തിയാക്കാനുമാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് നിവേശ്യമാണ്. വചനത്തിന്റെ ശക്തി അങ്ങനെയാണ്, പരിശുദ്ധാത്മാവാണ്. ആത്മാവിൽ തന്നെയാണ് ഈ വചനം കടന്നു പോകുന്നത്. യേശു പറയുന്നുണ്ട്, വചനമോ വചനത്തിന്റെ ശക്തിയോ അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അത് വിശുദ്ധ വചനത്തിൽ തന്നെ യേശു പറയുന്നൊരു ഭാഗമാണ്. അപ്പൊ വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത് ആത്മാവിലൂടെയാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൽ ആദ്യം വചനം നിറയണം. നമ്മുടെ ആത്മാവിൽ വചനം നിറയുമ്പോൾ ദൈവങ്ങളെന്ന് വിളിക്കുമെന്ന് യേശു പറഞ്ഞ സത്യം അതാണ്. ദൈവവചനം ആരുടെ അടുക്കൽ ചെല്ലുന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിക്കും. നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ്, തെറ്റെന്ന് യേശു പറഞ്ഞിട്ടില്ല, ശരിയാണ്. എന്തുകൊണ്ടാണ് ആ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ലിഖിതവും ദൈവനിവേശ്യവും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ്.
വിശുദ്ധ ലിഖിതങ്ങളും ദൈവനിവേശവും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു. നമ്മൾ ഒത്തിരി എക്സാമുകളോ അല്ലെങ്കിൽ പരീക്ഷകളോ ഒക്കെ ജയിക്കുന്നവരാണ്. പഠിക്കുന്ന കാര്യം എക്സാം എഴുതി ജയിച്ച് മാർക്ക് മേടിച്ച് സൈനൊക്കെ മേടിച്ച് A+B+ എന്നൊക്കെ നമ്മൾ മേടിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ ഈ A+B+ ഒന്നും ആവശ്യമില്ല. ഇവിടെ വേണ്ടത് ഒന്ന് വിശ്വാസം, 2 ഹോളി സ്പിരിറ്റ്, 3 വചനം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കലാണ്. ഇത് സംഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. യേശു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിങ്കലേക്ക് കടന്നു പോകുകയില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് വഴി പിതാവ് പുത്രനോട് കൂടെ ജീവിക്കുന്നു, ലോകത്തിലും സ്വർഗത്തിലും. ഭൂമിയിൽ പുത്രനോടുകൂടെ വചനം നമ്മിൽ വന്ന് വസിക്കുന്നു. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ കരുണ എത്ര അനന്തമാണ്, എത്ര സ്നേഹമാണ് ദൈവം. എത്ര സ്നേഹിച്ചാലും മതി വരാത്ത സ്നേഹമാണ് ദൈവസ്നേഹം. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹം വചനത്തിലൂടെ നമ്മുടെ ആത്മാവിൽ പ്രവേശിച്ച് ആ വചനങ്ങളെല്ലാം നമ്മൾ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. ഹൃദയത്തിൽ ആ വചനങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ദൈവസ്നേഹമുണ്ടെന്ന് മറ്റുള്ളവർ അറിയേണ്ടതിന് ക്രിസ്തു നമ്മിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും. ഇരുളാകുമ്പോഴും ഞാൻ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനാണ് ലോകത്തിലേക്ക് വന്നതെന്ന തിരുവചനം ഇവിടെ നിറവേറുന്നു.